ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിന്റെ ക്യാൻസലായ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും കൂടിയുള്ള കറണ്ട് അഫെയറിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 3 ഘട്ടങ്ങൾ ഇനിയും വരാനുണ്ട് അല്ലേ. അതായത് ക്യാൻസൽ ചെയ്ത സെക്കൻഡ് ഫേസ് ഉണ്ട്, പിന്നെയുള്ള 1-ാം തീയതിയിൽ എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കറണ്ട് അഫെയർ ഏരിയയിൽ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, ഇത് ഈ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി, അതേപോലെ ഇപ്പോഴത്തെ മന്ത്രിമാരും വകുപ്പുകളും തന്നിട്ട് തെറ്റായ ജോഡി കണ്ടെത്താനായിട്ട്, അതേപോലെ കേരള നിയമ വകുപ്പ് മന്ത്രി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഏതാണ് ഉണ്ടോ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ. ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു. അത് ഭരത് ലാൽ ആണ്, ഭരത് ലാൽ. ഓക്കെ, പിന്നെ എന്താണ് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്? 2025 ഓടക്കുഴൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അതായത് ഈ ഒരു നമ്മുടെ പ്രധാനപ്പെട്ട പദവികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ 2 എക്സാമുമായിട്ട് നമുക്ക് ഏകദേശം 6-7ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് ഫുള്ള് പഠിക്കാം. ഇതിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം നമുക്ക്. കേരളത്തിലെ പദവികളാണ് ആദ്യമേ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് PSC ചെയർമാനാണ്. ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് PSC ചെയർമാൻ ആയിട്ട് വരുന്നത്. പഠിച്ചു വെച്ചോ, PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് KV മനോജ് കുമാർ. KV മനോജ് കുമാർ ആണ് ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? സതീദേവിയാണ് വനിതാ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലോ അതാരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇത് വരുന്നത്. അപ്പൊ ആരൊക്കെയാണ് പഠിക്കേണ്ടത്? ജസ്റ്റ് നോക്കി വെക്കുക. ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു. ബാലാവകാശമാണെങ്കിൽ ആരാണ്? KV മനോജ് കുമാർ ആണ്. വനിത സതീദേവിയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ആണ്. യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അബ്ദുൾ റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരൻ ആണ് പിന്നോക്ക വിഭാഗം. കേരള ബാങ്കിന്റെ CEO ആരാണ്? ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിന്റെ CEO എന്ന് പറയുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഇതും കുറച്ച് നാൾക്ക് മുമ്പ് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്. ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? വി സുനിൽകുമാർ ആണ്. ഓക്കെ, വി സുനിൽകുമാർ. സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇത് നിങ്ങൾ ചുമ്മാ ഒന്ന് കേട്ട് പഠിച്ചാൽ മതി. 2-3 തവണ ഈ വീഡിയോസ് കണ്ടുകഴിയുമ്പോഴേക്കും ഈ പേരുകളൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കും. സംഗീത നാടകമാരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആണ് ആരാ? OS ഉണ്ണികൃഷ്ണനാണ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ. OS ഉണ്ണികൃഷ്ണൻ. ലളിത കലാ അക്കാദമി മുരളി ചീരോത്തും. കേരള കലാമണ്ഡലത്തിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായിയുമാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു പറഞ്ഞു നോക്കിയാലോ. PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ബാലാവകാശം മനോജ് ആണ്. വനിതാ കമ്മീഷൻ സതീദേവിയാണ്. മനുഷ്യാവകാശമാണെങ്കിൽ അലക്സാണ്ടർ തോമസ് ആണ്. വിവരാവകാശമാണെങ്കിൽ ഹരിനായർ ആണ്. യുവജന കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ M ഷാജർ ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ആരാണ്? അത് അബ്ദുൾ റഷീദ് ആണ്. പിന്നെ ആരാണ്? സംസ്ഥാന പിന്നോക്ക വിഭാഗമാണെങ്കിൽ ജസ്റ്റിസ് G ശശിധരൻ. കേരള ബാങ്കിന്റെ CEO ആരാണ്? ജോർട്ടി എം ചാക്കോ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് വി സുനിൽകുമാറും. സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. ലളിത കലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ മല്ലിക സാരാഭായി ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് പുരസ്കാരങ്ങളാണ്. കാര്യം ഓടക്കുഴൽ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള പുരസ്കാരങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഹരിവരാസന പുരസ്കാരം ആരാണ്? ഹരിവരാസന പുരസ്കാരം ആർക്കായിരുന്നു? അത് 2026 തിരുവിഴ ജയശങ്കറിനാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. പഠിച്ചു വെക്കണം, വർഷം ഉൾപ്പെടെ പഠിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ തിരുവിഴ ജയശങ്കർ എന്ന് മാത്രം പഠിച്ചിട്ട് പോകും. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് 2025 അപ്പൊ 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഹരിവരാസന പുരസ്കാരം 2026 തിരുവിഴ ജയശങ്കറിനും 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും.
അങ്ങനെയാണെങ്കിൽ ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ്? 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ വൈക്കം രാമചന്ദ്രനാണ് ജ്ഞാനപ്പാന പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാരാണ് നമുക്ക് പറയുന്നത്? KP ശങ്കരൻ അല്ലെ. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ആണെങ്കിൽ ആർക്കാണ്? അത് KP ശങ്കരനാണ്. 2026 ആർക്കാണ്? വൈക്കം രാമചന്ദ്രനും. 2025 അത് KP ശങ്കരനുമാണ്. നെക്സ്റ്റ് നോക്കാം. അപ്പൊ ജ്ഞാനപ്പാന, വൈക്കവും KP ശങ്കരനും. ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? ONV സാഹിത്യ പുരസ്കാരം 2026 ലഭിച്ചത് M മുകുന്ദനും 2025 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കുമാണ്. 2026 M മുകുന്ദന്, 2025 പ്രഭാവർമ്മയ്ക്ക്. നിങ്ങൾ ഈ പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നിടത്ത് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ എഴുതിയെ കൊട്ടിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ എപ്പോഴും കണ്ടുവരുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഇത് മനസ്സിൽ നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. നോട്ട് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം. ഓക്കെ, തകഴി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? 2026 സേതുവിനും 2025 KP സുധീരയ്ക്കുമാണ്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാരാണ്? KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 ആർക്കാണ്? NS മാധവനാണ്. KG ശങ്കരപിള്ള, എഴുത്തച്ഛൻ ശങ്കരം പിള്ള അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? 2025 KG ശങ്കരപിള്ളയ്ക്കാണ്. അക്കിത്തം സാഹിത്യ പുരസ്കാരം, അടുത്ത പുരസ്കാരമാണ് അക്കിത്തം പുരസ്കാരം. ആർക്കാണ്? 2026 അക്കിത്തം പുരസ്കാരം ലഭിച്ച V മധുസൂദനൻ നായർക്കും 2025 M മുകുന്ദനാണ്. M മുകുന്ദന് നമ്മൾ കുറച്ചു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഏതായിരുന്നു? ONV പുരസ്കാരം അല്ലെ. ONV പുരസ്കാരം 2026 M മുകുന്ദനായിരുന്നു. അതേപോലെ തന്നെ അക്കിത്തം പുരസ്കാരം 2025 M മുകുന്ദനായിരുന്നു. നെക്സ്റ്റ് വരുന്നത് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരമാണ്. നോക്കാം നമുക്ക് ആർക്കാണ്? മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2026 ലഭിച്ചത് KV മോഹൻകുമാറിനാണ്. 2025 ആർക്കാണ്? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടിനാണ് 2025 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം. KV മോഹൻകുമാറിനാണ് 2026 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 മാതൃഭൂമി പുരസ്കാരം ആർക്കാണ്? മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ആർക്കാണ്? അത് നമ്മുടെ മേതിൽ രാധാകൃഷ്ണനാണ്. അപ്പൊ പഠിച്ചു വെച്ചു. 2025 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനാണ്. ഇനി ഓടക്കുഴൽ പുരസ്കാരം, ഇതായിരുന്നല്ലോ നമ്മളോട് ചോദിച്ചിരുന്നത്. ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ്? അത് നമ്മുടെ EP രാജഗോപാലാണ്. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ബാക്കി എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണൻ, ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലൻ, മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം മോഹൻകുമാർ, അംബികാസുധൻ മങ്ങാട്. 2026 കിട്ടിയിരിക്കുന്ന എല്ലാം നിങ്ങൾ അത് തന്നെ പഠിക്കുക. 2025 അതായത് ഇപ്പൊ കണ്ട ONV പുരസ്കാരമൊക്കെ അല്ലെങ്കിൽ ഓടക്കുഴൽ പുരസ്കാരമൊക്കെ 2026 കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് 2025 കയറി ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാന പദവികളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആരാണ് നമ്മുടെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ദ്രൗപദി മുർമുവിന്റെ നാട് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഒഡീഷയാണ്. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. സൂര്യകാന്ത് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എത്രാമത്തെ ആള്? 53ാമത്തെ വ്യക്തി. അപ്പൊ ചോദിക്കാറുണ്ട് 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ആരാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ? അത് ഓം ബിർളയാണ്. നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. എങ്കിൽ രാജ്യസഭാ ചെയർമാൻ ആരാണ്? അത് CP രാധാകൃഷ്ണൻ. നമുക്കറിയാം അല്ലെ, എപ്പോഴും ആരായിരിക്കും? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് എന്റെ രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പൊ ആരായിരിക്കും? CP രാധാകൃഷ്ണൻ. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഡയറക്റ്റ് കയറി ചോദിക്കും, രാജ്യസഭാ ചെയർമാൻ ആരാണ്? അപ്പൊ നിങ്ങൾ അയ്യോ ആരാണ് എന്നറിയില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹം തന്നെ ആയിരിക്കും നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ് നാരായണൻ സിംഗ് ആണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ് നാരായണൻ സിംഗ്. ലോക്സഭ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്നുള്ളത്. ഇപ്പൊ നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇത് ജ്ഞാനേഷ് അല്ല കേട്ടോ, ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്? നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? അത് അശോക് കുമാർ ലാഹിരിയാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. നെക്സ്റ്റ് ആണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ വരുന്നത് അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ISROയുടെ ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ ആണ് ഡോക്ടർ വി നാരായണനാണ്. ആണവോർജ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ അജിത് കുമാർ മൊഹന്തി. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. VSSC ഡയറക്ടർ ആരാണ്? ഡോക്ടർ യു പി രാജീവാണ്. എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലേ, അതിന്റെ ഡയറക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഡോക്ടർ UP രാജീവാണ്. അങ്ങനെയാണെങ്കിൽ 23ാമത് നിയമ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിയമ കമ്മീഷൻ അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. ആരാണ്? നിയമ കമ്മീഷൻ ആണെങ്കിൽ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? രാജ്കുമാർ ഗോയൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് ചോദിച്ചത്. അതാരായിരുന്നു? അത് ഭരത് ലാൽ ആണ്. ഓക്കെ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ അത് കിഷോർ മക്വാനയും, പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അത് ആൻഡർ സിംഗ് ആര്യ അങ്ങനെയൊക്കെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്, ആൻഡർ സിംഗ് ആര്യ. അപ്പൊ പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ അത് കിഷോർ മക്വാന, പട്ടികവർഗമാണെങ്കിൽ അത് അന്തർ സിംഗ് ആര്യ, ദേശീയ പിന്നോക്ക വിഭാഗമാണെങ്കിൽ ഹൻസ് രാജ് ഗംഗാറാം മാഹിർ. മൂന്നും പഠിച്ചു വെക്കണം, തിരിഞ്ഞു പോകരുത്. 3 അല്ല 4 ഉണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ കൂടി വരല്ലേ. അപ്പൊ എന്താണ്? പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന, പട്ടികവർഗമാണെങ്കിൽ അൻഡർ സിംഗ് ആര്യ, അതേപോലെ പിന്നോക്ക വിഭാഗമാണെങ്കിൽ ഹൻസ് രാജ് ഗംഗാറാം മാഹിറാണ്, ന്യൂനപക്ഷമാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? അരവിന്ദ് പനഗരിയ. ആരാണ് ഇപ്പോഴത്തെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? അത് K സഞ്ജയ് മൂർത്തിയാണ്. ആരാണ്? K സഞ്ജയ് മൂർത്തി. അറ്റോർണി ജനറൽ ആരാണ്? അത് R വെങ്കിട്ടരമണിയാണ്. അറ്റോർണി ജനറൽ ആയിട്ട് വരുന്നത്. സോളിസിറ്റർ ജനറൽ ആരാണ്? അത് തുഷാർ മെഹ്തയാണ്. DRDO ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ സമീർ V കാമത്താണ് DRDO ചെയർമാൻ വരുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. കാര്യം നമ്മൾ ചുമ്മാ കേട്ട് പോയി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയെങ്കിലും ഒന്നുകിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു PDF റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക് അത് അങ്ങ് ഓക്കെ ആയിക്കോളും. ഏകദേശം ഒരു ഇത്ര വലുതാക്കി ഞാൻ വെച്ചിട്ടാണ് ഏകദേശം ഒരു 16 പേജ് വരുന്നത്. അത്രയൊന്നും ഉണ്ടാവില്ല. ഇത് ഒന്ന് ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 പേജിലൊക്കെ ആയിട്ട് ഈ കണ്ടന്റ് നമുക്ക് കൊള്ളിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ, അതായത് 26ാമത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. UGC ചെയർമാൻ ആരാണ്? വിനീത് ജോഷി. UPSC ചെയർമാൻ ആരാണ്? അത് അജയ് കുമാർ ആണ്. അങ്ങനെയാണെങ്കിൽ CBSE ചെയർപേഴ്സൺ ആണെങ്കിൽ അത് രാഹുൽ സിംഗ് ആണ്. SSC ചെയർമാൻ ആണെങ്കിൽ അത് N ഗോപാലകൃഷ്ണൻ ആണ്. കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണേ. UGC വിനീത് ജോഷി, UPSC അജയ് കുമാർ, CBSE രാഹുൽ സിംഗ്, SSC ആരാണ്? N ഗോപാലകൃഷ്ണൻ. സംയുക്ത സൈനിക മേധാവി ആരാണ്? നമ്മുടെ സംയുക്ത സൈനിക മേധാവി അത് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ആരാണ് കരസേനാ മേധാവി? അത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് കരസേനാ മേധാവി. കരസേനാ മേധാവി പഠിച്ചാൽ നമ്മൾ എന്തൊക്കെ കൂടി പഠിക്കണം? നാവികസേനയും വ്യോമസേനയും പഠിക്കണമല്ലോ. അപ്പൊ ആരാണ് നാവികസേനാ മേധാവി എന്ന് പറയുന്നത്? അത് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേനാ മേധാവി. ആരാണ് വ്യോമസേനാ മേധാവി? അത് എയർ ചീഫ് മാർഷൽ ആണ്.
എയർ ചീഫ് മാർഷൽ ആര്? അമർപ്രീത് സിംഗ്. എയർ ചീഫ് മാർഷൽ എന്ന് പറയുമ്പോൾ ആരാണത്? അമർപ്രീത് സിംഗ് ആണ്. വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സൈനിക രക്ഷാപ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വൺ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? ഓപ്പറേഷൻ സിന്ദൂർ ആ സമയത്ത് പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ സംയുക്ത നടപടിയായിരുന്നു എന്താ? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത്? അറബിക്കടൽ, ഒമാൻ ഉൾക്കടലിലാണ്. എന്താണ്? ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേന നടത്തിയ ദൗത്യമായിരുന്നു എന്താ? ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സദ്ഭാവന? അല്ലെ, ജമ്മു കാശ്മീരിലും ലഡാക്കിലാണ്. എന്താണ്? അവരുടെ സദ്ഭാവനയ്ക്ക് വേണ്ടി, അവരുടെ നല്ലതിന് വേണ്ടി അല്ലെ, എന്താണ്? ജനക്ഷേമം, വികസന പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യമാക്കി ഇന്ത്യൻ സേനയുടെ പദ്ധതിയായിരുന്നു എന്താ? ജമ്മു കാശ്മീർ, ലഡാക്കിലൊക്കെ. അതാണ് ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറയുന്നത്. ഓപ്പറേഷൻ നൻഹേ ഫരിഷ്തെ എന്താണ്? ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നതാണ് അല്ലെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ളതായിരുന്നു. നൻഹേ എന്താണ്? നൻഹേ ഫരിഷ്തെ. ഓക്കെ, അപ്പൊ നൻഹേ ഫരിഷ്തെ എന്ന് പറയുമ്പോൾ എന്താണ്? റെയിൽവേ സ്റ്റേഷനുകളിൽ കാണാതെ പോകുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള RPFന്റെ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ അവർ നടത്തുന്ന ഒരു ദൗത്യമായിരുന്നു എന്താ? ഓപ്പറേഷൻ നൻഹേ ഫരിഷ്തെ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ ദോസ്ത്? അതായത് തുർക്കിയിലും സിറിയയിലുമാണ് അല്ലെ. 2023 തുർക്കി സിറിയ ഭൂകമ്പത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ അജയ് എന്താണ്? അജയ് അതായത് ഇസ്രായേൽ ഹമാസ് സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ദൗത്യമാണ് എന്താ? ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ കാവേരി എന്താണ്? അല്ലെ, സുഡാനാണ്. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തിനിടെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഗംഗ എന്താണ്? ഗംഗ, കാവേരി ഒക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ കാവേരി പറയുന്നത് എന്താണ്? സുഡാനിലെ ആഭ്യന്തര സംഘർഷമാണ്, അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടി. ഇനി അജയ് എന്തായിരുന്നു? ഇസ്രായേൽ ഹമാസ് സംഘർഷകാലത്ത് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ളത്. ഇത് ഇന്ത്യക്കാരോ അല്ലെ. ഇനി ഓപ്പറേഷൻ ഗംഗ എന്താണ്? അത് യുക്രൈൻ യുദ്ധകാലത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണല്ലോ, മനസ്സിലായല്ലോ എല്ലാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2025-26 വർഷങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാറിയിട്ടുണ്ടല്ലേ കുറെ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ നോക്കാം. ആരാണ്? VD സതീശനാണ്. അങ്ങനെയാണെങ്കിൽ 2026 അധികാരമേറ്റ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് ആര്? സുവേന്ദു അധികാരി. തമിഴ്നാട് എല്ലാവരും കണ്ടുമുട്ടി എഴുതും അല്ലെ. ജോസഫ് വിജയ് ആണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അസാമിൽ ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. വീണ്ടും പുള്ളിക്കാരൻ തന്നെയായിരുന്നു, അപ്പൊ വീണ്ടും അദ്ദേഹം അധികാരത്തിലേറ്റു. അസമിൽ ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. പുതുച്ചേരിയിൽ ആരാണ്? N രംഗസ്വാമി. അപ്പൊ ഇവരൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിച്ചിരിക്കണം. കേരളത്തിൽ ആരാണ്? VD സതീശനാണ്. പശ്ചിമ ബംഗാൾ ആണെങ്കിൽ ആരാണ്? സുവേന്ദു അധികാരിയാണ്. തമിഴ്നാട് ജോസഫ് വിജയ്. അസം ഹിമന്ത ബിശ്വ ശർമ്മ. പുതുച്ചേരി ആണെങ്കിൽ N രംഗസ്വാമി. 2025 കുറച്ച് ഇലക്ഷൻ മാറിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഡൽഹി ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹിയിൽ ഇപ്പോൾ ആരാണ്? രേഖ ഗുപ്തയാണ്. മഹാരാഷ്ട്രയിൽ ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റിന്റെ ആ ഒരു ഏരിയ ആണ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്ന് പറയുന്നത്. VD സതീശൻ ആരാണ്? VD സതീശൻ നമുക്ക് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ധനകാര്യമുണ്ട്, നികുതിയുണ്ട്, നിയമമുണ്ട്, തുറമുഖമുണ്ട്, പൊതുഭരണമുണ്ട്. ഓക്കെ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമുണ്ട്, വിജിലൻസ് ഉണ്ട്. ഇതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലെ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. പിന്നെ നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്ന് പറഞ്ഞ പേര് ഇതായിരുന്നില്ല. അപ്പൊ അതായിരുന്നു അവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. സണ്ണി ജോസഫ് എന്താണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനേർട്ടക്കാരാണ്. സണ്ണി ജോസഫ് ആണ്. മുരളീധരൻ ആണെങ്കിലോ ആരോഗ്യമുണ്ട്, മെഡിക്കൽ വിദ്യാഭ്യാസമുണ്ട്, ദേവസ്വമുണ്ട്, ആയുഷ് അല്ലെ. ആയുഷ് ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഉണ്ട്. ഓക്കെ, ആയുഷ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? മറ്റേ ആയുർവേദം, യുനാനി, സിദ്ധ, ആ ഒരു ഹോമിയോ, അതിന്റെ ആ ഒരു കോമ്പിനേഷൻ ആണ് ആയുഷ് എന്ന് പറയുന്നത്. ബിന്ദു കൃഷ്ണൻ എന്താണ്? ബിന്ദു തൊഴില് അല്ലെ. വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം, മൃഗസംരക്ഷണം കൊടുത്തു. AP അനിൽകുമാറിന് എന്താണ്?
റവന്യൂ ഉണ്ട്, ഭൂരേഖകള്, ഭൂപരിഷ്കരണമൊക്കെ AP അനിൽകുമാറിനാണ്. PC വിഷ്ണുനാഥ് എന്താണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. സാംസ്കാരികം, സിനിമ, ചലച്ചിത്ര അക്കാദമി ഒക്കെ ആർക്കാണ് കൊടുത്തത്? PC വിഷ്ണുനാഥിനാണ്. അങ്ങനെയാണെങ്കിൽ ലിജുവിന് എന്താണ് കൊടുത്തത്? ലിജുവിന് എക്സൈസ് ഉണ്ട്, സഹകരണമുണ്ട്. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? അപ്പോ അത് M ലിജു ആണ്. M ലിജു. റോജി എം ജോൺ എന്താണ്? ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകളൊക്കെ റോജി എം ജോൺ ആണ്. സിദ്ദിഖാണെങ്കിലോ കൃഷിയുണ്ട്, മണ്ണുണ്ട്, അല്ലെ, കാർഷിക സർവകലാശാലകളൊക്കെ ടി സിദ്ദിഖാണ്. OJ ജനീഷ് എന്തൊക്കെയാണ് OJ ജനീഷിന്? യുവജനക്ഷേമം. ഓക്കെ, യുവജനക്ഷേമ മന്ത്രിയാണ് ആര്? OJ ജനീഷ്. കായിക മന്ത്രി, കായികം കൈകാര്യം ചെയ്യുന്ന ആരാണ്? OJ ജനീഷാണ്. രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം ഒക്കെ ആരാണ്? OJ ജനീഷാണ്. നെക്സ്റ്റ് KA തുളസി, പിന്നോക്കക്ഷേമ വകുപ്പാണ്, അല്ലെ, പിന്നോക്കക്ഷേമം കൈകാര്യം ചെയ്യുന്ന ആരാണ്? KA തുളസിയാണ്. PK കുഞ്ഞാലിക്കുട്ടി, IT ഉണ്ട്, വ്യവസായം, മൈനിങ്, ഇതൊക്കെ ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഓക്കെ, N ഷംസുദ്ദീൻ, പൊതുവിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ് മന്ത്രി ആരാണ്? N ഷംസുദ്ദീൻ, പഠിച്ചു വെക്കണേ. PK ബഷീർ എന്താണ്? പൊതുമരാമത്താണ്. PK ബഷീർ പൊതുമരാമത്ത്. KM ഷാജി ആണെങ്കിലോ തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത്, നഗരവികസനം ഒക്കെ ആരാണ്? അതേപോലെ കിലയൊക്കെ കൈകാര്യം ചെയ്യുന്ന KM ഷാജിയാണ്. VE അബ്ദുൽ ഗഫൂർ ആരാണ്? ഫിഷറീസ് ഉണ്ട്, ഹാർബർ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, സാമൂഹ്യ നീതി ഉണ്ട്. ഷിബു ബേബി ജോൺ, വനം വകുപ്പ് മന്ത്രിയാണ് ആര്? ഷിബു ബേബി ജോൺ. വന്യജീവി സംരക്ഷണമുണ്ട്, നൈപുണ്യ വികസനമുണ്ട്. CP ജോൺ ആരാണ്? ഗതാഗതമുണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, ജലഗതാഗതവും ഒക്കെ ആരാണ്? CP ജോൺ ആണ്. മോൻസ് ജോസഫ്, ജലവിഭവം, ജലസേചനം, വാട്ടർ അതോറിറ്റി ഒക്കെ ആരാണ്? മോൻസ് ജോസഫ് ആണ്. ഓക്കെ, കേരളത്തിലെ മന്ത്രിമാരെ പഠിച്ചത് നമ്മൾ ജസ്റ്റ് ഒന്ന് കേന്ദ്രമന്ത്രിമാരും കൂടി അറിഞ്ഞിരിക്കണം. കുറച്ച് നാൾക്ക് മുമ്പ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന കേന്ദ്രമന്ത്രിമാരായിരുന്നു. ഇപ്പോഴത്തെ പരീക്ഷകളിൽ കേരളത്തിലെ മന്ത്രിമാരാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ പഠിച്ചു വെച്ചോ, ഏത് വേണമെങ്കിലും നമുക്ക് കയറി ചോദിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെ. പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആരാണ്? അമിത്ഷായാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ 2 പോയിന്റുകളാണ്. അതേപോലെ ആരോഗ്യം, ഇതെപ്പോഴും ചോദിച്ചതായിരുന്നു, ജഗത് പ്രകാശ് നദ്ദ. അതേപോലെ റോഡ് ഗതാഗതം ആരാണ്? നിതിൻ ജയറാം ഗഡ്കരി, അല്ലെ. റോഡിൽ മുഴുവൻ ഗട്ടറാണ്, അപ്പൊ ഗഡ്കരിയാണ്. നിതിൻ ജയറാം ഗഡ്കരിയാണ് റോഡ് ഗതാഗതം. ശിവരാജ് സിംഗ് ചൗഹാൻ എന്തായിരുന്നു? കൃഷിയും ഗ്രാമവികസനവുമാണ്. നിർമ്മലാ സീതാരാമൻ, ധനകാര്യ വകുപ്പ് മന്ത്രി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജയശങ്കർ ആരാണ്? വിദേശകാര്യം. ജയശങ്കറൊക്കെ ന്യൂസൊക്കെ കാണുന്നവർക്ക് ഫെമിലിയർ ആയ ഒരാളായിരിക്കും, അല്ലെ, S ജയശങ്കർ. മനോഹർ ലാൽ ഖട്ടർ എന്താണ്? ഊർജമുണ്ട്, ഭവനമുണ്ട്, നഗരകാര്യമുണ്ട്. പീയൂഷ് ഗോയൽ, വാണിജ്യം, വ്യവസായം. വിദ്യാഭ്യാസം ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം. ജിതിൻ റാം മാഞ്ചി ആരാണ്? സൂക്ഷ്മ ചെറുകിട വ്യവസായ മന്ത്രിയാണ് ജിതിൻ റാം മാഞ്ചി. രാജീവ് രഞ്ജൻ സിംഗ് ആണെങ്കിൽ എന്താണ്? പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം. തുറമുഖ വകുപ്പ് ആരാണ്? സർബാനന്ദ സോണോവാൾ ആണ് തുറമുഖം. വീരേന്ദ്രകുമാർ എന്താണ്? സാമൂഹ്യ നീതിയും ശാക്തീകരണവുമാണ്.